ഹലോ ഗൈസ്, അപ്പോൾ ഇന്ന് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ടോപ്പിക്കിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. അതായത് എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. നിങ്ങൾക്കും ഇപ്പം നീറ്റ് കഴിഞ്ഞിട്ട് അഡ്മിഷനൊക്കെ കിട്ടിയിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്കും ഇത് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ടോപ്പിക്കായിരിക്കും ഓബ്വിയസ്ലി. കാരണം അപ്പോൾ ഇന്ന് നമ്മൾ വേറെ ഒന്നിനെക്കുറിച്ചല്ല, എൻ്റെ ഫസ്റ്റ് ഇയർ എക്സ്പീരിയൻസിനെ കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത്. ഇനി പ്രൈവറ്റ് മെഡിക്കൽ കോളേജ് എല്ലാവർക്കും അറിയാമല്ലോ, ഞാനൊരു പ്രൈവറ്റ് മെഡിക്കൽ കോളേജിലാണ് പഠിക്കുന്നത്. അപ്പോൾ അതിനെക്കുറിച്ചാണ് നമ്മളിന്ന് പറയാൻ പോകുന്നത്. ഓർ ഇത് വേണമെങ്കിൽ ഒരു എക്സ്പെക്റ്റേഷൻസ് വേഴ്സസ് റിയാലിറ്റി എന്ന് പറഞ്ഞിട്ടുള്ളൊരു വീഡിയോ പോലെ നിങ്ങൾക്ക് കാണാം. എന്തായാലും ഞാൻ ഇന്നത് പറയാൻ തീരുമാനിച്ചു. അപ്പം ശരി, നമുക്കിനി അധികം സംസാരിക്കാതെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഫസ്റ്റായിട്ട് തന്നെ പറയാനുള്ളത് എന്താ വെച്ചാൽ, നമ്മുടെ നീറ്റൊക്കെ ഞാനൊക്കെ 2 വർഷം റിപ്പീറ്റ് ചെയ്തിട്ട് മേ ബി അല്ല, ഇതിനേക്കാളും ഒബ്വിയസ്ലി ട്രൈ ചെയ്യുന്ന ആൾക്കാരുണ്ട് കേട്ടോ, 3-4 ഇയേഴ്സൊക്കെ. പക്ഷെ നമ്മൾ അത്രയും ആഗ്രഹിച്ചിട്ടാണ് നമുക്ക് ഈ ഡോക്ടർ MBBS എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രൊഫഷനിൽ എത്തുന്നത്. അപ്പോൾ ഫസ്റ്റ് തിങ് എന്താണെന്ന് വെച്ചാൽ, ഒരു പ്രൈവറ്റ് മെഡിക്കൽ കോളേജിലാണ് കിട്ടുന്നതെങ്കിൽ നമുക്ക് ടെൻഷനായിരിക്കും. കാരണം നമ്മൾ പൈസ ആലോചിച്ചിട്ട് ഒത്തിരി പൈസ മുടക്കുന്നില്ലേ. നമ്മുടെ ട്യൂഷൻ ഫീ, മെസ് ഫീ, ഹോസ്റ്റൽ ഫീ, ഇങ്ങനെ ആക്ച്വലി നമ്മൾ ഒത്തിരി ഫീ അടയ്ക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ടെൻഷൻ ആദ്യം തന്നെ ഉണ്ടാവും. പിന്നെ ടെക്സ്റ്റ് ബുക്സിന് കുറേ ഫീ കൊടുത്തിട്ടുണ്ട്. ടെക്സ്റ്റ് ബുക്സിന് കുറേ എന്താ പറയുക ഫണ്ട്, പിന്നെ അങ്ങനെ കുറേ പൈസ കൊടുത്താണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ ടെൻഷൻ കാണും. അത് കഴിഞ്ഞിട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്, നീറ്റൊക്കെ കഴിഞ്ഞു, നല്ലൊരു കോളേജിൽ കിട്ടി. ഇതിപ്പോൾ കേരളയിൽ ഏത് മെഡിക്കൽ കോളേജാണെങ്കിലും നല്ലത് തന്നെ നമുക്ക് പറയാൻ പറ്റും. കാരണം അത്യാവശ്യം നല്ല എഡ്യൂക്കേഷനും നല്ല രീതിക്ക് പഠിപ്പിക്കുന്ന അക്കാഡമിക്സും ഒക്കെ എല്ലാ കോളേജിലും ഉണ്ട്. അപ്പോൾ നമ്മളൊരു കോളേജിൽ എത്തിയിട്ട് നമ്മൾ വളരെ ഹാപ്പി ആയിട്ട് ഇരിക്കുന്ന ഒരു ടൈമാണെന്ന് വിചാരിക്കുക. നമ്മൾ വളരെ ഹാപ്പി ആയിട്ട് നമ്മൾ കോളേജിലേക്ക് എത്തി, പുതിയ ഫ്രണ്ട്സ്, പുതിയ എൻവയൺമെൻറ്റ്. അപ്പോൾ ആ സമയത്ത് നമുക്ക് ഫസ്റ്റ് ഉണ്ടാകുന്നൊരു പ്രശ്നമാണ് ഈ ആഫ്റ്റർ നീറ്റ് ഇനേഷ്യ. കാരണം കോളേജിൽ അഡ്മിഷൻ കിട്ടിയിട്ട് നമ്മൾ കുറച്ച് നാളെ ലീവ് എടുക്കുമല്ലോ. അപ്പം ലീവ് കിട്ടുമല്ലോ നമുക്ക് ജോയിനിങ് ടൈം എന്ന് പറഞ്ഞിട്ടുള്ള. അപ്പോൾ ആ സമയത്ത് നമ്മൾ മാക്സിമം എൻജോയ് ചെയ്ത് കാണില്ല. ഇത്രയും കാലത്തെ പഠിപ്പും എല്ലാം കൂടെ ആയിട്ട് നമ്മൾ ടയേർഡായിരിക്കും. അപ്പം നമുക്ക് ഭയങ്കര ഇനേർഷ്യ ആയിരിക്കും. അതായത് നമുക്ക് പഠിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും, ബുക്ക് തുറക്കാൻ വരെ. അത് നമുക്കതിൻ്റെ അത്യാവശ്യം ഫീൽ ചെയ്യുക പോലും ഇല്ല. നമ്മളിങ്ങനെ സ്കൂളിലൊക്കെ പഠിക്കുന്ന പോലെ പയ്യെ പഠിച്ചെടുക്കാമെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കും. പക്ഷേ അപ്പോഴാണ് നമ്മുടെ വില്ലൻ കടന്നു വരുന്നത്. നമ്മുടെ MBBS, ഈ ഒരു 4.5 ഇയർ MBBSനകത്ത് ഏറ്റവും ടഫായിട്ടുള്ള സബ്ജക്റ്റ് അപ്പോഴാണ് കടന്നു വരുന്നത്. അതാണ് നമ്മുടെ അനാട്ടമി. ഇത്ര ടഫായിട്ടുള്ളൊരു സബ്ജക്റ്റ് നീറ്റിൽ വേറെ ഇല്ല. നീറ്റിലല്ല, നമ്മളെ MBBS സിലബസിൽ തന്നെ അനാട്ടമീൻ്റെ അത്ര ടഫായിട്ട് വേറെ ഒന്നും വരുന്നില്ല. അനാട്ടമി അത്രയ്ക്ക് ടഫായിട്ടുള്ളൊരു സബ്ജക്റ്റാണ്. നമ്മൾ ഫസ്റ്റ് ഇയർ വരുമ്പോൾ തന്നെ നമുക്ക് അവർ തരുന്നത് ഇത്രയും ടഫായിട്ടുള്ളൊരു സബ്ജക്റ്റാണ്. അതും ഒരു 8 ബുക്സ്. വിശ്രാം സിംഗ്, ഞാനൊക്കെ വിശ്രാം സിംഗാണ് പഠിച്ചത്. അപ്പോൾ നിങ്ങൾ വിശ്രാം സിംഗ്, കേരളയിൽ അധികം വിശ്രാം സിംഗാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ അത് കാണുവാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും ഹെഡ് ആൻഡ് നെക്ക്, തൊറാക്സ്, അബ്ഡോമൻ, അപ്പർ ലിംബ്, ലോവർ ലിംബ്, ന്യൂറോ അനാട്ടമി, എംബ്രിയോളജി, ഇങ്ങനെ ഒരു സെറ്റ് ബുക്സ് ഉണ്ടാവും. ബുക്സിൻ്റെ വീഡിയോ അടുത്ത് ഞാൻ ചെയ്യുന്നതായിരിക്കും. എന്നാൽ ഇപ്പം ഞാനൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്താണ്. അപ്പോൾ അത്രയ്ക്ക് ബുക്ക് നമുക്ക് കാണും. പിന്നെ ഫിസിയോളജി, ഇത്ര കട്ടിയുള്ളൊരു ബുക്ക് അല്ലെങ്കിൽ 2 ബുക്ക്. പിന്നെ ഒരു ബയോകെമിസ്ട്രി അതേപോലത്തെ ഒരു ബുക്ക് കാണും. അപ്പോൾ അനാട്ടമി അത്യാവശ്യം നല്ല ടഫായിരിക്കും. അപ്പോൾ നമ്മുടെ ക്ലാസ്സിൻ്റെ ഷെഡ്യൂൾ എങ്ങനെയാണ് പറയാമെന്ന് വെച്ചാൽ, ആദ്യം നമുക്ക് ഇവിടെയൊക്കെ എങ്ങനെയായിരുന്നു വെച്ചാൽ 8:30 to 9:30 ഒരു തിയറി പീരീഡ് ഉണ്ടാവും. 9:30 to പിന്നെ ഒരു 12 മണി വരെ അനാട്ടമി, മറ്റേ ഡിസെക്ഷൻ ഹാളിലാണ് നമ്മളെ പഠിപ്പിക്കുക. ബോഡിയൊക്കെ ഡിസെക്റ്റ് ചെയ്ത്, അതൊക്കെ ഒരു എക്സ്പീരിയൻസ് ആട്ടോ. നമ്മളെ കുഞ്ഞി ഗ്രൂപ്പാക്കിയിട്ട് നമ്മളോട് ഡിസെക്റ്റ് ചെയ്യാൻ പറയും. അവരെ ഡിസെക്റ്റ് ചെയ്ത് കാണിച്ചു തരും. ആദ്യമൊക്കെ നമുക്ക് ഫോർമാലിൻ്റെ സ്മെല്ലടിക്കുമ്പോൾ നമുക്ക് തല കറങ്ങും, കണ്ണിൽ നിന്ന് ഫുള്ള് വെള്ളം വരും. നമുക്കിങ്ങനെ ഭയങ്കര സ്മെല്ലായിരിക്കും. എന്താ പറയുക, നമുക്ക് മൂക്ക് പൊത്തി, നമ്മൾ ആദ്യം മാസ്ക് ഒക്കെ ഇട്ടിട്ട് വരുമ്പോൾ നമുക്ക് ചീത്ത കേൾക്കും കേട്ടോ, വഴക്ക് കേൾക്കും. കാരണം നിങ്ങളിനി ഈ MBBS എന്ന് പറഞ്ഞാൽ ഇതൊക്കെ തന്നെയാണ്, നിങ്ങൾ ഇതുമായിട്ട് ഇതാക്കി വരേണ്ടതല്ല. അപ്പം നിങ്ങൾ സ്മെല്ല് കിട്ടുമ്പോൾ കരയരുത്, അങ്ങനെയൊക്കെ നമുക്ക് പറഞ്ഞ് കുറച്ച് വഴക്കൊക്കെ കേൾക്കും. അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ ഡിസെക്ഷനിൽ ഓരോ നെർവും ഓരോ വെസൽസും എല്ലാം നമുക്കിങ്ങനെ കാണിച്ചു തരും, ഓരോ മസിൽസും. അപ്പോൾ ഒരു ലോഡ് പഠിക്കാനുണ്ടാവും. ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്താൽ മതി. ബോഡിയിലെ വെസൽസൊക്കെ പഠിക്കുക എന്ന് പറയുമ്പോൾ എത്ര കാണും. അപ്പോൾ അത്രയ്ക്ക് നമുക്ക് പഠിക്കാൻ കാണും കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഒരു 12 to 1 നമുക്ക് ബ്രേക്ക് ആയിരിക്കും. അത് കഴിഞ്ഞ് 1 to 2, 2 to 3,
3 to 4. ആദ്യത്തെ മൺഡേ ആൻഡ് ട്യൂസ്ഡേ മൺഡേ ട്യൂസ്ഡേ വെനസ്ഡേ ഒഴികെ ബാക്കി ദിവസം തിയറി ക്ലാസ്സസ് ആയിരിക്കും. അല്ലാത്ത ദിവസം 2 to 4. ഒരു ദിവസം അനാട്ടമി പ്രാക്ടിക്കൽ, ഒരു ദിവസം ഫിസിയോളജി, ഒരു ദിവസം ബയോകെമിസ്ട്രി പ്രാക്ടിക്കലായിരിക്കും. അപ്പം സബ്ജക്ട്സിനെ കുറിച്ചൊക്കെ ഞാൻ പിന്നീട് വിശദീകരിച്ച് പറയാം. അപ്പം അതൊരു സൈഡിൽ. അപ്പം നമുക്ക് ഒരു ലോഡ് പഠിക്കാൻ കാണും. നമുക്ക് എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം, നേരെ സ്റ്റാർട്ട് ചെയ്യില്ലെങ്കിൽ നമുക്ക് എന്താണെന്ന് പോലും ഒരു ഐഡിയ കിട്ടും. സബ്ജക്ട്സിൻ്റെയും ക്ലാസ്സിൻ്റെ സ്കെഡ്യൂളും നമ്മൾ പറഞ്ഞു. ഇനി അടുത്തത് ഫസ്റ്റ് ഇയറിൽ വലുതായിട്ടുള്ളൊരു സംഭവം എന്താണെന്ന് വെച്ചാൽ റാഗിങ് നമ്മളെല്ലാവരും ഈ മൂവിയിലൊക്കെ കണ്ട് പേടിച്ചിട്ട് വരുന്നതായിരിക്കും. പക്ഷേ ഒബ്വിയസ്ലി ഇപ്പോഴുള്ള മെഡിക്കൽ കോളേജസിലൊന്നും കേരളയിലൊന്നും ഭയങ്കര സ്ട്രിക്റ്റ് ആണ്, ആൻറ്റി റാഗിങ് ആണ്. അതുകൊണ്ട് അത്ര റാഗിങ് ഉണ്ടാവില്ല. ഏറിക്കഴിഞ്ഞാൽ നമ്മളെ ജസ്റ്റ് ഒന്ന് വിളിക്കും, നമ്മളെ പേര് ചോദിക്കും, ഒരു പാട്ട് പാടാൻ പറയും, അല്ലെങ്കിൽ എന്തെങ്കിലും സീനിയേഴ്സിൻ്റെ പേര് പഠിച്ചിട്ട് വരാൻ പറയും. അപ്പം എനിക്കാണെങ്കിൽ കുഞ്ഞു റാഗിങ്ങൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. പക്ഷേ ഞങ്ങൾക്കൊന്നും അത്ര കിട്ടിയിട്ടില്ല സത്യം പറഞ്ഞാൽ. ജസ്റ്റ് പേര് ചോദിച്ചു, സീനിയേഴ്സിൻ്റെ പേര് പഠിച്ചിട്ട് വരാൻ പറഞ്ഞു, പിന്നെ എന്താ പറയുക, പാട്ട് പാടിപ്പിച്ചു. അതൊന്നും നമുക്ക് റാഗിങ്ങിൻ്റെ കൂട്ടത്തിൽ അന്ന്. പക്ഷെ നമ്മൾ വന്ന ടൈമായിട്ട് നമുക്ക് ഭയങ്കര സ്ട്രെസ്ഡൊക്കെ ആയിരിക്കും. അന്നേരം ഇതൊക്കെ കിട്ടുമ്പോൾ നമ്മൾ പേടിച്ച് നിൽക്കും. പക്ഷെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നല്ല ഇങ്ങനത്തെ റാഗിങ് ഇത്രയെങ്കിലും പേരൊക്കെ പരിചയപ്പെട്ടിട്ടൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പിന്നെ സീനിയേഴ്സായിട്ട് കമ്പനി ആവാൻ പറ്റൂ. അതുകൊണ്ട് തന്നെ നമുക്ക് സീനിയേഴ്സിനെ അത്ര തന്നെ മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല. റാഗിങ് ഒന്നും ഞാൻ ഉദ്ദേശിക്കുന്നത് ഭയങ്കര വലിയ റാഗിങ് കിട്ടണം എന്നല്ല കേട്ടോ. ഇങ്ങനെ തമാശയ്ക്ക് വിളിച്ച് പേരൊക്കെ ചോദിച്ച് പാട്ടൊക്കെ പാടിച്ച് അതൊക്കെ ആക്ച്വലി ഫണ്ണാണ്. ഞങ്ങളും റാഗ് ചെയ്തിട്ടൊന്നുമില്ല ഞങ്ങളെ ജൂനിയേഴ്സിനെ. ഇപ്പം റാഗിങ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സംഭവം പയ്യെ മാഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അത് ഒരു കണക്കിന് നല്ലതാണ്, ഒരു കണക്കിനല്ല. ആക്ച്വലി ചില സ്ഥലത്ത് റാഗിങ്ങൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര പേടിയാട്ടോ. പക്ഷെ അതൊന്നും ഒരിക്കലും ഈ കോളേജിലൊന്നും ഇതുവരെ അങ്ങനത്തെ ഒരു ഇഷ്യൂ ഉണ്ടായിട്ടില്ല. പിന്നെ അടുത്തതാണ് നല്ല സ്ട്രിക്റ്റ് ആയിരിക്കും കേട്ടോ. കാരണം നമ്മുടെ നമ്മുടെ ടീച്ചേഴ്സ് എന്നുള്ള ഒരു കോൺസെപ്റ്റിൽ നിന്ന് പ്രൊഫസേഴ്സ് ആവുകയാണ്. അത് ഭയങ്കര ഡിഫറെൻ്റ് ആണ്. അതെനിക്ക് നല്ല ഡിഫറൻസ് തോന്നിയ ഒരു കാര്യമാണ്. ടീച്ചേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മളെ കുറച്ചുകൂടെ ഒരു അറ്റാച്ച്മെൻ്റ് ഒക്കെ കാണും നമുക്ക്. പക്ഷെ പ്രൊഫസേഴ്സായിട്ട് അത്ര അറ്റാച്ച്മെൻറ്റിന് ടൈം ഉണ്ടാവില്ല. അവർ വരും, ക്ലാസ് എടുക്കും, പോകും. ചെറുതായിട്ട് ടീച്ചേഴ്സ് ഫോഴ്സ് ചെയ്യുന്ന പോലെ പ്രൊഫസേഴ്സ് പഠിക്കാൻ ഫോഴ്സ് ചെയ്യില്ല. പിന്നെ അവരെ ഇച്ചിരി കൂടി നമ്മൾ എന്താ പറയുക, ആ ഒരു അറ്റാച്ച്മെൻ്റ് ഒക്കെ നമുക്ക് കുറയും. പക്ഷെ കോളേജിലും സ്ട്രിക്റ്റ് ആയിരിക്കും, ഹോസ്റ്റലിലും ഫസ്റ്റ് ഇയേഴ്സിന് പ്രത്യേകിച്ച് സ്ട്രിക്റ്റ് ആയിരിക്കും. ചില ഹോസ്റ്റലുകളിലൊന്നും ഫോണ് പോലും കിട്ടാറില്ല എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. അപ്പം പക്ഷേ ഇവിടെ എൻ്റെ കോളേജിൽ ഫോണൊക്കെ യൂസ് ചെയ്യാൻ പറ്റുമായിരുന്നു. അങ്ങനെ വന്നിട്ട് ഫോണ് പക്ഷേ ഞങ്ങൾക്ക് ജാമർ എന്തോ വെച്ചിട്ടുണ്ടായിരുന്നോ തോന്നുന്നു, തീരെ റേഞ്ച് കിട്ടുന്നില്ലായിരുന്നു. അപ്പം അങ്ങനെ വന്ന് ഫുള്ള് കഷ്ടപ്പെട്ടൊക്കെ വീട്ടിലൊക്കെ വിളിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ കുറച്ച് സ്ട്രിക്റ്റ് ആയിരിക്കും. അത് നിങ്ങൾ ഓൾറെഡി മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. പിന്നെ ഹോസ്റ്റലിലും സ്ട്രിക്റ്റ് ആയിരിക്കും. നമുക്ക് അങ്ങനെ പുറത്തൊന്നും ഇറങ്ങാൻ പറ്റില്ല. പുറത്ത് പോയി ഫുഡ് കഴിക്കാനോ അല്ലെങ്കിൽ ജസ്റ്റ് ഇവിടെ അകത്ത് നമ്മളെ ക്ലാസ്സിൽ കൊണ്ടുപോകും, തിരിച്ചു കൊണ്ടുവരും. അങ്ങനെയായിരിക്കും നമുക്ക് ക്ലാസ്സസ് ഉണ്ടാവുക. പിന്നെ നമുക്ക് അങ്ങനെ പുറത്തൊക്കെ പോയാൽ വലിയ വാർഡന്മാരൊക്കെ ഭയങ്കര പ്രശ്നം ഉണ്ടാക്കുന്ന ഒരിതാണ്. പിന്നെ എക്സാംസ് എന്ന് പറയുമ്പോൾ നമുക്ക് കുഞ്ഞു ടെസ്റ്റ് കണ്ടക്ട് ചെയ്യും. പക്ഷേ സ്കൂൾ പോലത്തെ എക്സാംസ് അല്ല കേട്ടോ, ഭയങ്കര ഡിഫറെൻ്റ് ആണ്. കാരണം നമുക്ക് സ്കൂളിലൊക്കെ പഠിച്ചിട്ട് എഴുതാൻ പറ്റുമായിരുന്നു, ഇവിടെ പഠിച്ചിട്ട് എഴുതാൻ പറ്റാറില്ല. പഠിച്ചാൽ പോലും ഭയങ്കര ടഫാണ്. നമ്മളെ പണ്ടത്തെ പോലെയല്ല. ശരിക്കും അത് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുമ്പോഴേ നിങ്ങൾക്ക് എന്താണെന്ന് മനസ്സിലാവും. അപ്പം നമുക്ക് പഠിച്ചിട്ട് പോലും പലതും എഴുതാൻ പറ്റാതിരിക്കും. അനാട്ടമിയൊക്കെ പ്രത്യേകിച്ച് കുറേ ഫിഗറൊക്കെ വരയ്ക്കാനുണ്ട്. അങ്ങനെ കുറേ പഠിച്ചാലൊക്കെ നമുക്ക് ആ ഒരു ഇതിലോട്ട് എത്തണമെങ്കിൽ തന്നെ കുറേ ടൈം എടുക്കും. എന്നാലും യൂണിവേഴ്സിറ്റി എക്സാം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ലാസ്റ്റ് നമ്മൾ എങ്ങനെയൊക്കെ പഠിക്കാൻ ശ്രമിക്കണം. പിന്നെയാണ് നമ്മളെ ഈ ഹ്യൂമൻ ബോഡി ആയിട്ടുള്ള വരുന്ന ആ ഒരു ഫ്രണ്ട്ഷിപ്പ്. നമ്മുടെ സ്കള് നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ട് ആവും. അങ്ങനെ എന്താ പറയുക, ബോൺ സെറ്റ് സീനിയേഴ്സിൻ്റെ നിന്ന് വാങ്ങിച്ചിട്ട് നമ്മൾ അടുത്ത് വെച്ച് ഗ്രൂപ്പായിട്ട് പഠിക്കും. അതൊക്കെ ആക്ച്വലി ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു പാർട്ടാണ് MBBSൻ്റെ. നമ്മൾ ഈ സ്കളിനെ കുറിച്ചൊക്കെ ഒത്തിരി പഠിക്കാനുണ്ടാവും, കുറേ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അപ്പം അങ്ങനെ നമ്മളെ ലൈഫ് കംപ്ലീറ്റ്ലി ചേഞ്ച് ആവും കേട്ടോ. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഫ്രണ്ട്ഷിപ്പ് നമ്മളൊരു മെച്യൂർ ഫ്രണ്ട്ഷിപ്പിലോട്ട് കടക്കും കോളേജിലോട്ട് എത്തുമ്പോൾ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം സ്കൂളിൽ നമ്മൾ ഭയങ്കര സെൽഫ്ലെസ്സാണ്, ഭയങ്കര ഇമ്മച്വറാണ്. നമുക്ക് ഒരു പക്ഷേ നമുക്ക് നമ്മളെക്കാളും വലുത് നമ്മുടെ ഫ്രണ്ട്സ് ആയിരിക്കും പലപ്പോഴും. അന്ന് നമുക്ക് അങ്ങനെ ആയിരിക്കും ഉണ്ടായിക്കാണാം. ഇന്നും ഫ്രണ്ട്സിനോട് സ്നേഹം കുറഞ്ഞ അതൊന്നുമല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. പക്ഷെ നമ്മൾ കൂടുതൽ നമ്മുടെ പഠിക്കണം, കാര്യങ്ങൾ ചെയ്യണം, കൂടെ നമ്മൾ ഫ്രണ്ട്സിനെ കൊണ്ടുപോകണം. അങ്ങനെ ഒരു മെച്യൂർ ഫ്രണ്ട്ഷിപ്പ്, നമ്മൾ അങ്ങോട്ട് ഹെൽപ്പ് ചെയ്യുന്നത്, ഇങ്ങോട്ട് ഹെൽപ്പ് ചെയ്യുന്നത്, നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കുന്നത്. പ്രത്യേകിച്ച് നമ്മൾ
ഡിഫറെൻറ്റ് സ്ഥലങ്ങളിൽ നിന്ന് വരുന്ന ആൾക്കാരൊക്കെ ആകുമ്പോൾ നമുക്ക് ഒത്തിരി അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. അതും ഒരു ടാസ്ക് തന്നെയാണ്. പലരും ഹോം സിക്ക് ആയിരിക്കും. അപ്പോൾ ആ ഇഷ്യൂ ഒക്കെ നമ്മൾ ഫേസ് ചെയ്യേണ്ടതാണ്. പക്ഷേ സ്റ്റിൽ അത് സെക്കൻഡ് ഇയർ തേർഡ് ഇയർ ഒക്കെ ആകുമ്പോൾ ഓക്കെ ആയിട്ട് വരുന്നതാണ്. പിന്നെ ഹോസ്റ്റലും അതുപോലെ ഞങ്ങളെ ഹോസ്റ്റലിൽ 3 റൂംമേറ്റ്സാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പം എനിക്ക് നല്ല അത്യാവശ്യം കുഴപ്പമില്ലാത്ത റൂംമേറ്റ്സിനാണ് കിട്ടിയത്. നല്ല എന്താ പറയുക, ഹോസ്റ്റലിലെ ഫുഡ് അത് വലിയ കാര്യം. നമ്മൾ വീട്ടിലത്തെ ഫുഡ് മിസ് ചെയ്യും. നമുക്ക് ഹോസ്റ്റലിലെ ഫുഡ്, മെസ്സിലെ ഫുഡ് കിട്ടാൻ തുടങ്ങും. അത് ഭയങ്കരമായിട്ട് മിസ് ചെയ്തൊരു കാര്യമാണ് കേട്ടോ. മെസ്സിലെ ഫുഡ് പലപ്പോഴും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഫസ്റ്റ് ഇയർ ഒക്കെ പിന്നെ ഓക്കെ, സെക്കൻഡ് ഇയർ തേർഡ് ഇയർ ഒക്കെ എത്തുമ്പോൾ നമുക്ക് പാടെ ഇങ്ങനെ മടുത്തു പോകും നമുക്ക്. അങ്ങനെയാണ് ഫുഡിൻ്റെ കാര്യം പറയാനുള്ളത്. ആൻഡ് അപ്പം ആക്ച്വലി ഫസ്റ്റ് ഇയർ ഓവറോൾ നല്ലൊരു ഇയർ ആണ്. കാരണം മാക്സിമം നമ്മൾ ശ്രമിക്കേണ്ട എന്താണെന്ന് വെച്ചാൽ നമുക്ക് ക്ലാസ് കട്ട് ചെയ്യാൻ നല്ലോണം തോന്നും. എനിക്കൊക്കെ അറ്റൻഡൻസ് കുറച്ച് കുറവായിരുന്നു, പക്ഷെ അത് മേക്കപ്പ് ചെയ്യാൻ പറ്റി. കുറച്ച് പെർസെൻറ്റേജേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നമുക്ക് മാക്സിമം കട്ട് ചെയ്യാൻ തോന്നും. നമുക്ക് ചുമ്മാ ഹോസ്റ്റലിൽ ഇരിക്കാൻ തോന്നും. കാരണം നമുക്ക് ക്ലാസ് ഒന്നും ശ്രദ്ധിച്ചാൽ മനസ്സിലാവുകയും ഇല്ല. അപ്പം ഒരു സേഫായിട്ട് ഒരു 4 ക്ലാസ്സിൽ 1 ക്ലാസ്സൊക്കെ കട്ട് ചെയ്യുക, അത്രയേ പറ്റൂ. സേഫായിട്ട് നമ്മൾ നിന്നാലേ നമുക്ക് അറ്റൻഡൻസ് ക്ലിയർ ആയിട്ട് വരും. പിന്നെ ക്ലാസ്സസും കുറച്ച് കേൾക്കുമ്പോഴേ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാവും. എൻ്റെ ഫസ്റ്റ് ഇയർ നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. ഞാൻ കുറേ എൻജോയ് ചെയ്തിട്ടുണ്ട്. കുറേ സീനിയേഴ്സിനെ പറ്റിച്ചിട്ട് പുറത്തിറങ്ങിയിട്ടുണ്ട്. ഇത്തിരി വഴക്കുകളൊക്കെ കേട്ടിട്ടുണ്ട്. ഫണ്ണായിട്ട് ഫുള്ള് പൊട്ടിച്ചിരി, ഇങ്ങനെ എന്താ പറയുക, കുറച്ച് ഉഡായിപ്പുകൾ കാണിച്ച് ക്ലാസ് കട്ട് ചെയ്ത്, എന്നാൽ വല്ലപ്പോഴും പഠിക്കാൻ. അതുകൊണ്ട് തന്നെ എനിക്ക് പഠിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടും വന്നിട്ടുണ്ട് ഇത്രയൊക്കെ എൻജോയ് ചെയ്തിരുന്നതുകൊണ്ട്. പക്ഷെ നീറ്റ് കഴിയുമ്പോൾ നമുക്ക് ആ ഒരു മെൻറ്റാലിറ്റി തന്നെ ആയിരിക്കും, വയ്യ ഇത്രയും പഠിക്കാൻ, ആ ഒരു മെൻറ്റാലിറ്റി തന്നെ ആയിരിക്കും നമുക്ക്. പക്ഷെ സ്റ്റിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ള എന്താണെന്ന് വെച്ചാൽ, ഈ ഹോം സിക്കൊന്നും ആവാതെ, പിന്നെ കുറച്ചൊക്കെ ആയിരിക്കും എന്നാലും കൈൻഡ് ഓഫ് അത് കൺട്രോൾ ചെയ്തിട്ട് ഹോം സിക്ക് ആവാതെ ഹാപ്പി ആയിട്ട് ഒരു പുതിയ ലൈഫ് നമ്മൾ അതിനെ ആക്സെപ്റ്റ് ചെയ്തിട്ട്. കാരണം MBBS വന്നിട്ട് ഒരു പ്രൊഫഷണൽ കോഴ്സാണ്. അപ്പം ഇനി നമ്മുടെ പ്രൊഫഷനും നമ്മളെ ലൈഫും ഇതിന് വേണ്ടിയായിട്ടാണ്. അപ്പം അതിലോട്ട് നിങ്ങൾ ഫുള്ള് നിങ്ങളെ തന്നെ അർപ്പിക്കുക. അതാണ് എനിക്ക് പറയാനുള്ളത്. കാരണം വൈറ്റ് കോട്ടൊക്കെ തരുന്ന ആ സെറിമണി, ലൈക്ക് ഫ്രഷേഴ്സ് ഡേ, അതൊക്കെ ഭയങ്കര അടിപൊളിയായിരിക്കും. നമ്മളെ ലൈഫിൽ നമ്മൾ മറക്കാത്ത കാര്യങ്ങളായിരിക്കും. ആൻഡ് എൻ്റെ അഭിപ്രായത്തിൽ ഈ 4.5 വർഷത്തിൽ ഏറ്റവും ബെസ്റ്റ് പാർട്ട് ഫസ്റ്റ് ഇയർ തന്നെ ആയിരിക്കും. ഹോപ്പ്ഫുള്ളി നിങ്ങൾക്കും അങ്ങനെ തന്നെ ആവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ശരി, ടാറ്റാ.